Hi students, welcome to another video of Computer Fundamentals. ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സ് അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബൂളിയൻ ഓൾജിബ്ര എന്താണെന്ന് കണ്ടു. അതിന്റെ കുറച്ച് ബൂളിയൻ ഓൾജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യണ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, നോട്ട്, അതുപോലെ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതുപോലെ ബൂളിയൻ എക്സ്പ്രഷന്റെ കോംപ്ലിമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ട്രൂത്ത് ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ലോജിക് സർക്യൂട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനാണ്. ഈ ലോജിക് സർക്യൂട്ട്സിൽ ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ പാർട്ടാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് ആർ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്, which operate on one or more binary input signals to produce standard binary output signals. ഒന്നിൽ കൂടുതൽ ബൈനറി, ഒന്നിനേക്കാളും കൂടുതൽ ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ടാവും. അത് നമ്മൾ റെപ്രസെന്റ് ബൂളിയൻ എക്സ്പ്രഷന്റെ ഉള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് A&B ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് ബൈനറി ഔട്ട്പുട്ട് സിഗ്നൽസ്. ഒരു സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഔട്ട്പുട്ട് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കുറെ ലോജിക് ഗേറ്റ്സുകൾ പഠിക്കും. അതിൽ ബേസിക് ആയിട്ട് വരുന്ന ലോജിക് ഗേറ്റ്സുകളാണ് ആൻഡ്, ഓർ, നോട്ട്. ഇത് കൂടാതെ എക്സോർ, എക്സ്നോർ, നാൻഡ്, നോർ, ഇത്രയും ഗേറ്റ്സുകൾ ഉണ്ട്. അപ്പൊ ഓരോ ഗേറ്റിനും ഈച്ച് ലോജിക് ഗേറ്റ് ഹാസ്, ഓരോ ലോജിക് ഗേറ്റിന്റെ ഉള്ളിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും, ഒരു ഗ്രാഫിക്കൽ സിമ്പിൾ ഉണ്ടാവും. ഈ ഗ്രാഫിക്കൽ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോജിക് സർക്യൂട്ട് വരയ്ക്കുന്നത്. ഈച്ച് ലോജിക് ഗേറ്റ് ഹാസ് എ ഗ്രാഫിക്കൽ സിമ്പിൾ, എക്സ്പ്രഷൻ ഉണ്ടാവും, ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണത്? ഒരു ബൂളിയൻ എക്സ്പ്രഷൻ പോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ലാസ്റ്റ് കണ്ട ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവും. നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് കണ്ടു. ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ആൻഡ്, ലോജിക്കൽ അഡീഷൻ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ലോജിക്കൽ ആൻഡ്, ഇതിന് ഓരോ ട്രൂത്ത് ടേബിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ലോജിക് ഗേറ്റിനും ഓരോ ട്രൂത്ത് ടേബിൾ ഉണ്ട്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോ ലോജിക് ഗേറ്റ്സിന് ഗ്രാഫിക്കൽ സിമ്പിളും അതുപോലെ ഓൾജിബ്ര എക്സ്പ്രഷനും ട്രൂത്ത് ടേബിളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഗേറ്റ്സുകളാണ്. ബേസിക് ഗേറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്, ഇത് മൂന്നുമാണ് ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സുകൾ. അപ്പൊ ഓരോന്നിന്റെ നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷന്റെ കറസ്പോണ്ടിങ് ലോജിക് ഗേറ്റ് ആണ്. ഇപ്പൊ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എയും ബി എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നത് എ ഡോട്ട് ബി ആണ് ഇതിന്റെ എക്സ്പ്രഷൻ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ലോജിക് ഗേറ്റ് എ, ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് വേരിയബിൾ എടുത്തു. ഇത് നമ്മൾ ആൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. ഇതാണ് ആൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ, എ ഡോട്ട് ബി. ട്രൂത്ത് ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എയും ബി എന്ന് രണ്ട് വേരിയബിൾസ് എടുത്തു. എ ഡോട്ട് ബി നമ്മൾ ചെയ്യുമ്പോൾ ആൻഡിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് 0 വന്നാൽ റിസൾട്ട് 0 ആയിരിക്കും. 0 0 0 ആയിരിക്കും, 0 1 0 ആയിരിക്കും, 1 0 0 ആയിരിക്കും, 1 1 1 ആയിരിക്കും. ആൻഡിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് 0 വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. ഇറ്റ് ജനറേറ്റ് ഔട്ട്പുട്ട് 1 if all the inputs are 1, otherwise 0. ഇതാണ് ആൻഡ് ഗേറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് ഓർ ഗേറ്റ് റെപ്രസെന്റ് ചെയ്യാം. ഓർ ഗേറ്റ് ലോജിക്കൽ അഡീഷൻ ആണ്. രണ്ട് വേരിയബിൾസ് എടുത്തു, രണ്ട് സിഗ്നൽസ് എടുത്തു, എ ബിയും. ഇത് നമ്മൾ ലോജിക്കൽ അഡീഷൻ ചെയ്തു. അതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ. സിമ്പിൾ എന്ന് പറയുന്നത് എയും ബിയും രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു. ഓരോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ഓറിന്റെ സിമ്പിൾ, എ പ്ലസ് ബി. ട്രൂത്ത് ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എയും ബിയും രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് 1 വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. 0 0 0 ആയിരിക്കും, കാരണം രണ്ട് 0 ആണ്. 0 1 എന്ന് 1 ആയിരിക്കും, 1 0 1 ആയിരിക്കും, 1 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന്
1 വന്നു. It produces 1 if any one of the input is 1. Otherwise produces 0. നമ്മൾ പ്ലസ് യൂസ് ചെയ്തിട്ടാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ബേസിക് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് ഓപ്പറേഷൻ ആണ്. എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു, ഒരു ഇൻപുട്ട് സിഗ്നൽ എടുത്തു, കോംപ്ലിമെന്റ് ചെയ്യാം. ഇതാണ് നോട്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ സിമ്പിൾ എന്നത് ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞോടത്തൊക്കെ 2 ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നലേ ഉള്ളൂ. ഇത് നോട്ട് ചെയ്യാൻ മീൻസ് എങ്ങനെയാണ് നോട്ട് എ കോംപ്ലിമെന്റ്. ട്രൂത്ത് ടേബിളിന്റെ ഉള്ളിൽ ഒരു വേരിയബിൾ എടുത്തുള്ളൂ, എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് 0 നമുക്ക് കിട്ടും. It generates an output signal which is a reverse of the input. That means if 0 is input, then output is 1, and 1 is input, then output is 0. ഇതാണ് 3 ബേസിക് ഗേറ്റ്സുകൾ. ഇനി ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും അതിന്റെ നോട്ട് യൂസ് ചെയ്തിട്ട് ആൻഡിന്റെ കൂടെ നോട്ടും ഓറിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി 2 ഗേറ്റ്സ് കിട്ടും, നാൻഡ് ആൻഡ് നോർ ഗേറ്റ്. ഈ നാൻഡ് ആൻഡ് നോർ ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയാം. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നാൻഡ് ഗേറ്റും എന്താണ് നോർ ഗേറ്റും, അതിന്റെ എക്സ്പ്രഷൻ സിമ്പിൾ, ട്രൂത്ത് ടേബിൾ, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആൻഡ് ഗേറ്റ് ചെയ്തു. ആൻഡ് ഗേറ്റ് ചെയ്തപ്പോൾ എ ഡോട്ട് ബി കോംപ്ലിമെന്റ്, എ ഡോട്ട് ബി ആണ് ആൻഡ്. നാൻഡ് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ്. നമ്മൾ ഡിനോട്ട് ചെയ്യാം എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ഇതിന് നമുക്ക് നാൻഡ് ഗേറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അപ്പാരോ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് എ അപ്പാരോ ബി, ഇതാണെങ്കിലും നാൻഡ് ഗേറ്റ് ആണ്. എയുടെയും ബിയുടെയും ആൻഡ് ചെയ്യുമ്പോൾ അതിന്റെ നെഗേഷൻ ആണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നാൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ് നോട്ട് ആൻഡ്. നോട്ട് ആൻഡിന്റെ ഷോർട്ട് ഫോം ആണ് നാൻഡ് എന്ന് പറയുന്നത്, നോട്ട് ആൻഡ്. അപ്പൊ ഇതിന് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് ആണ്, അത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. ഇത് ഡിനോട്ട് ചെയ്യുന്ന സ്ഥിതി എന്ന് പറയുന്നത് എ അപ്പാരോ ബി എന്ന് പറയുന്നത്. ഇനി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എയും ബി എന്ന് പറയുന്നത് 2 ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ നമ്മളിത് ആഡ് ചെയ്തിട്ട് ഇതിന്റെ നോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടുക. ഇതാണ് നോട്ടും ആൻഡിന്റെയും കോമ്പിനേഷൻ. പക്ഷെ ഇതിന് നമ്മൾ നാൻഡിന് നമ്മൾ ഇത് 2 കമ്പൈൻ ചെയ്തിട്ട് നോട്ടും ആൻഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആൻഡ് ആദ്യം എഴുതുക, വരയ്ക്കുക, പിന്നെ നോട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നാൻഡിന്റെ ഉള്ളിൽ ആൻഡ് നോട്ടും കൂടി ഒരുമിച്ച് എഴുതാൻ വേണ്ടി ആൻഡ് വെച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കുക. ഇതാണ് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത്. ട്രൂത്ത് ടേബിൾ പറയുമ്പോൾ ആൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രൂത്ത് ടേബിളിന്റെ ഉള്ളിൽ വരിക. എയും ബിയും 2 ബൂളിയൻ വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഇൻപുട്ട് സിഗ്നൽസ് ആണെങ്കിൽ നാൻഡ് ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 2 0 വരുമ്പോൾ ആൻഡിന്റെ ഉള്ളിൽ 0 ആയിരിക്കും. അപ്പൊ നാൻഡിന്റെ ഉള്ളിൽ 1 ആയിരിക്കും. 0 1 എന്ന് പറയുമ്പോൾ ആൻഡിന്റെ ഉള്ളിൽ 0, നാൻഡിന്റെ ഉള്ളിൽ 1. 1 0 ആൻഡിൽ 0, നാൻഡിൽ 1. 1 1 ഉള്ളിൽ ആൻഡിന്റെ ഉള്ളിൽ 1 ആയിരുന്നു, ഇവിടെ നാൻഡിന്റെ ഉള്ളിൽ 0 ആയിരിക്കും. നോട്ട് ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ഈസ് എ കോംപ്ലിമെന്റഡ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. It produces 1 when any one of the input is 0. നേരത്തെ നമ്മൾ ആൻഡ് പറഞ്ഞ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. ആൻഡ് produces 0 when all of the inputs are 1. നാൻഡ് എന്താണ് പറഞ്ഞത്, ആൻഡ് എന്താണ് പറഞ്ഞത്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നോർ ഗേറ്റും സെയിം കൺസെപ്റ്റ് ആണ്. നോർ ഗേറ്റ് മീൻസ് നോട്ടും ഓറും ചെയ്ത, നോട്ടും ഓറും, നോട്ട് ഓറിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ വരുമ്പോ എയും ബിയും 2 ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു, ഇതാണ് ഓറ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നോഡ്.
ഇത് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡൗൺ ആരോ സിമ്പിൾ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. എ ഡൗൺ ആരോ ബി സിമ്പിൾ. ഇത് ലോജിക്കലി നമ്മൾ വരയ്ക്കുമ്പോൾ എയും ബിയും രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു. നമ്മൾ ആദ്യം ഓറ് ചെയ്തിട്ട് നോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടുന്നത്. ഇനി ഇതിന് നമുക്ക് ഷോർട്ടൺ ചെയ്തിട്ട് ഈ ഓർ ഗേറ്റ് നമുക്ക് ഷോർട്ടൺ ചെയ്തിട്ട് ഓറും നോട്ടിനും കൂടെ ഒരുമിച്ച് ഷോർട്ടൺ ചെയ്തിട്ട് എഴുതാം. എയും ബിയും നമ്മൾ ഓർ ആദ്യം ചെയ്യണം. ഇനി നോട്ട് ചെയ്തു. എ പ്ലസ് ബി ഓർ കോംപ്ലിമെന്റിന് പ്രൊഡ്യൂസ് ചെയ്യും. ട്രൂത്ത് ടേബിൾ പറയുമ്പോൾ ഓറിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രൂത്ത് ടേബിൾ. എയും ബിയും എന്ന രണ്ട് ഇൻപുട്ട് സിഗ്നൽ എടുത്തു. എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ്. ഇതിൻ്റെ ഉള്ള എയും ബിയിലും 0 0 ഓറിൽ വന്നാൽ 0 ആയിരുന്നു. അപ്പൊ ഇവിടെ ഇതിൽ 1 ആയിരുന്നു. 0 1 ഓറിൽ 1 ആയിരുന്നു, ഇവിടെ 0. 1 0 വന്ന ഓറിൽ 1 ആയിരുന്നു, ഇവിടെ 0. 1 1 ഓറിൽ വന്നപ്പോൾ 1 ആയിരുന്നു, ഇവിടെ 0 ആയിട്ട് മാറി. NOR gate എന്ന് പറയുന്നത് it is a complementer of OR gate and it produces 1 when all the inputs are 0 and produces 0 if any one of the input is 1. ഇതാണ് NANDും NORും. ഈ NAND ഗേറ്റിനും NOR ഗേറ്റിനും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയും. കാരണം വെച്ചാൽ ഈ NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ബേസിക് ഗേറ്റ്സ് ആയ ആൻഡ് ഓർ നോട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ് ഓർ നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ കുറച്ചും കൂടി 2 ഗേറ്റ്സ് അഡീഷണലി ഉണ്ട്. XOR ഗേറ്റും XNOR ഗേറ്റും. XOR ഗേറ്റും XNOR ഗേറ്റും XOR ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആ 2 ഗേറ്റ്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. XOR ഗേറ്റ് നമ്മൾ ഓൾറെഡി ഹാമിംഗ് കോഡ് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. XOR ഗേറ്റിന്റെ ഉള്ളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 0 ആയിരിക്കും, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 1 ആയിരിക്കും കിട്ടാം. അപ്പൊ ഇത് നമ്മൾ A-B പ്ലസ് AB ഡാഷ് ഇതിന്റെ കറസ്പോണ്ടിങ് ഗേറ്റ് ആണ് XOR ഗേറ്റ് എന്ന് പറയുന്നത്. A-B പ്ലസ് AB ഡാഷ് നമ്മൾ ഇതിൽ ഡിനോട്ട് ചെയ്യുക. A ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. A XOR B ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് XOR ഗേറ്റ് ഡിനോട്ട് ചെയ്യുക. ഇത് A-B പ്ലസ് AB ഡാഷ് അതിന് കറസ്പോണ്ടിങ് ഗേറ്റ് ആണ്. എയും ബിയും 2 ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ XOR ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഓറ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓറ് വരുന്നുണ്ട്. ഓറ് വരും. XOR ഗേറ്റ് ഡിനോട്ട് ചെയ്യുക. എയും ബിയും 2 ഇൻപുട്ട് സിഗ്നൽസ് എടുത്ത് XOR ചെയ്യുമ്പോൾ ഇതായിരിക്കും ഡിനോട്ട് ചെയ്യുക. നമ്മുടെ OR ഗേറ്റിന്റെ കൂടെ അഡീഷണലി ഒരു കേർഡും കൂടി ഉള്ളൂ. അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ XOR ഗേറ്റ് ആവും. ഇതിന്റെ ട്രൂത്ത് ടേബിൾ പറയുമ്പോൾ ഏതെങ്കിലും ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 0 ആയിരിക്കും, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 1 ആയിരിക്കും. അത് എത്ര ബൂളിയൻ വേരിയബിൾ എത്ര സിഗ്നൽസിലായാലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഈവൻ നമ്പർ ഓഫ് വൺസ് 0 0 ആയിരുന്നെങ്കിൽ ഇവിടെ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്, ഇവിടെ 0 ആയിരിക്കും. ഇനി 0 1 ആണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, 1 ആയിരിക്കും. 1 0 ആയിരുന്നെങ്കിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, അപ്പൊ 1 1 1 ആയിരുന്നെങ്കിൽ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്, ഇവിടെ 0 ആയിരിക്കും കിട്ടുക. 0 1 1 0 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യും. XNOR XOR ഗേറ്റിന്റെ ഓപ്പോസിറ്റ്, അതാണ് XNOR ഗേറ്റ്. ഇത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AB പ്ലസ് AB ഹോൾ ഡാഷ്. അതാണ് ഇതിന് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. AB പ്ലസ് AB പ്ലസ് A ഡാഷ് B ഡാഷ്, AB പ്ലസ് A ഡാഷ് B ഡാഷ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. XOR ഗേറ്റിൽ എങ്ങനെയായിരുന്നു? ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ 0 ആയിരിക്കും, ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ
1 ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നത് ഇതെന്നായിരുന്നു. ഇവിടെ ഇങ്ങനെയായിരുന്നു. ഇവിടെ റെപ്രസെന്റ് ചെയ്യാം ഒരു സർക്കിൾ ചെയ്തിട്ട് ഉള്ളിൽ ഒരു ഡോട്ട്. അതാണ് XNOR ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ ഗ്രാഫിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത് XOR ഗേറ്റ് വേണം. അതിന്റെ കൂടെ ഒരു നോട്ടും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ XNOR ഗേറ്റ് ആവും. XORന്റെ കൂടെ ഒരു നോട്ടും കൂടി XNOR ഗേറ്റ് കിട്ടും. ഇതാവുമ്പോഴാണ് നമ്മുടെ XOR ഗേറ്റ് നമുക്ക് കിട്ടുക. ഇവിടെ എയും ബിയും രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എടുത്തു. എയും ബി രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് എ XNOR ബി. ഇവിടെ 0 0. അപ്പൊ ഇവിടെ 1 ആയിരിക്കും. 0 1 ഓഡ് നമ്പർ വൺസ് വന്നിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. 1 0 0 ആയിരിക്കും. 1 1 വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും കിട്ടുക. XOR ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് XNOR ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് AB പ്ലസ് A ഡാഷ് B ഡാഷ് ഇങ്ങനെയാണ് XNOR ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ലോജിക് ഗേറ്റ്സ് കണ്ട് ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ് ഓർ നോട്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള NAND ആൻഡ് NOR ഗേറ്റ്, പിന്നെ അഡീഷണലി രണ്ട് ഗേറ്റ്സും കൂടി കൊണ്ട് XNOR ഗേറ്റ്, ഇങ്ങനെ രണ്ട് ഗേറ്റും കൂടി ഡിസ്കസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലോജിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോജിക് സർക്യൂട്ട്സുകൾ വരയ്ക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് എങ്ങനെയാണ് ലോജിക് സർക്യൂട്ട് ഒക്കെ വരയ്ക്കണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.